ഹലോ ഗൈസ്, ഈ വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും സമയമില്ല. കാരണം നിങ്ങൾക്ക് പ്ലസ് ടുവിലെ ബോർഡ് എക്സാം ഇനി തിങ്കളാഴ്ച വരിക. അപ്പം നിങ്ങൾ എല്ലാവരും വന്ന് കമൻറ്റ് ഇടുന്നുണ്ട് +1 ഇനി പഠിച്ച മാർക്ക് കിട്ടുമോ, ഇനി പഠിച്ച മാർക്ക് കിട്ടുമോ. ഇതിന് ഞാൻ മറുപടി പറയണോ വേണ്ടോ അത് ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ +1 ഞാൻ പറയാം +2നെക്കാട്ടും കമ്പാരിറ്റീവ്ലി ഈസിയാണ്. നിങ്ങളിപ്പം എൻ്റെ ഒരു അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളിപ്പോൾ പറയുന്ന മോഡൽ എക്സാം എനിക്ക് ഇത്ര മാർക്കുണ്ട്, അപ്പോൾ എനിക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇതൊക്കെ നിങ്ങളുടെ ഒരു കാഴ്ചയിൽ ഇപ്പം ടോപ്പേഴ്സ് എപ്പോഴും ഫുൾ മാർക്ക് എപ്പോഴും ഫസ്റ്റ് ടൈം തൊട്ടേ പഠിച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടുന്ന ഒരിക്കലും അങ്ങനെ പറയരുത് കേസ്. കാരണം എന്ന് വെച്ചാൽ അവർ ചിലതങ്ങനെ ഉണ്ട്, ചിലതല്ലാത്തവരുമുണ്ട്. ലൈക്ക് ഇപ്പം എൻ്റെ കേസിൽ പറയുവാണെങ്കിൽ ഞാൻ വലിയ ടോപ്പർ ഒന്നുമല്ല, ഞാൻ ബിലോ ആവറേജ് ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ ഈ ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് സയൻസിലേക്ക് വരുന്നു. ലൈക്ക് 10ാം ക്ലാസ്സിലെ ഒരു പ്രതീക്ഷയോടെ കയറുന്നു. ലൈക്ക് +1 മൊത്തം ഉഴപ്പി അവസാനത്തെ ഒരാഴ്ച നിങ്ങൾക്ക് ഇനിയും സമയമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് പഠിക്കാം. ലൈക്ക് ഞാൻ പോലും പുതിയ ചാപ്റ്റേഴ്സ് എക്സാമിൻ്റെ തലേദിവസം പഠിച്ചിട്ട് പോയി എഴുതിയ അവസ്ഥയുണ്ട് +1. എന്നിട്ട് പോലും ഞാൻ +2ലെ 2-3 ചാപ്റ്റർ ഫിസിക്സിലെ 2-3-4 ചാപ്റ്റർ ലാസ്റ്റ് പുതിയ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് പോയാണ് എക്സാം എഴുതിയത്. എന്നിട്ട് ഞാൻ ഒരു ചാപ്റ്റർ ഞാൻ സ്കിപ്പും ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ മടി പിടിച്ച് അവസാനത്തെ സമയത്ത് പോലും എനിക്കൊരു സീരിയസ്നെസ് ഇല്ലാത്തിട്ട് പോലും ഞാനത് പഠിച്ചു. ലൈക്ക് ആ സമയത്ത് പോലും ഞാൻ സീരിയസ്നെസ് കാണിച്ചില്ല. കാരണം നിങ്ങളിങ്ങനെ സീരിയസ്നെസ് കാണിക്കാതെ കമൻ്റ് ഇട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇനി കിട്ടുമോ, നിങ്ങൾക്ക് ഇനി കിട്ടുമോ, ലൈക്ക് ഇനി ഇങ്ങനെ ഈ ചോദ്യത്തിനൊരു സത്യം പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു വാല്യൂ ഇല്ല. ഈ ഒരു സമയത്ത് നിങ്ങൾ കമൻറ്റ് ഇടുന്ന വരാം. നിങ്ങൾ ആ ഒരു സമയത്ത് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക. ലൈക്ക് ഒരു ചാപ്റ്റർ ആണെങ്കിൽ ആ സമയത്ത് പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇനി പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊണ്ട് പറ്റുമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. ലൈക്ക് +1 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാത്രമാണ് എനിക്ക് കുറച്ച് എന്നെ വെള്ളം കുളിപ്പിച്ചത്. നിങ്ങൾക്ക് അത്യാവശ്യം ഇങ്ങനെ കുറച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം. ലൈക്ക് മോഡൽ എക്സാം എഴുതി, ക്രിസ്മസ് എക്സാം എഴുതി, ഓണം എക്സാം എഴുതി, ഓക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം. ലൈക്ക് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ആദ്യം വരിക. ലൈക്ക് നിങ്ങളെക്കൊണ്ട് പറ്റും എന്ന് പറയാം. ലൈക്ക് ഇനി നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറയാം. നിങ്ങളിങ്ങനെ കമൻറ്റ് ഇട്ട് പച്ചയ്ക്ക് ഞാൻ സത്യം പറയാം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയുക, നിങ്ങൾ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ പഠിക്കുന്നില്ല. ആ സമയത്തും നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ എന്താണ് കമൻറ്റ് ഇട്ട് ചോദിക്കുകയാണ് ഈ പഠിച്ചാൽ കിട്ടുമോ, ഈ പഠിച്ച് കിട്ടുമോ. ലൈക്ക് ഇനി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പറയും 100% പറഞ്ഞു നിങ്ങൾക്ക് മൊട്ട മാർക്ക് കിട്ടും, നിങ്ങൾ എക്സാമിന് 3G ആയിട്ടിരിക്കും. ഞാൻ പച്ചയ്ക്ക് പറയാം. നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്ന വരാൻ നിങ്ങൾ ആ ഒരു സമയത്ത് ഒരു ക്വസ്റ്റ്യനൊക്കെ പഠിക്കുക. ലൈക്ക് ഇനിങ്ങായിട്ട് കമൻറ്റ് ഇട്ട് ലൈക്ക് ഇപ്പോൾ എല്ലാ ചാനൽസും ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നുണ്ടെന്ന് എനിക്കറിയാം. ലൈക്ക് അതിനേക്കാളും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ബിലീവ് യുവർ സെൽഫ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യമൊക്കെ നിങ്ങൾ ആദ്യം നിങ്ങളൊരു കോൺഫിഡൻസ് വരുത്തുക. ലൈക്ക് നിങ്ങളെ ടീച്ചേഴ്സ് ഒരു ഈഗോ ഉണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങളെ നാണം കെടുത്തി ടീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു 0 ആണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മുന്നിൽ ഷോ ചെയ്യണം, അവരുടെ മുമ്പ് കാണിച്ചു കൊടുക്കണം. ആ ഒരു ഈഗോ വെച്ചെങ്കിലും നിങ്ങൾ പഠിക്കുക. നീ പാസ്സാവില്ല, +1 നീ പാസ്സാവില്ല, തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞ ടീച്ചർമാരുടെ മുന്നിൽ വെച്ച് നീക്കൊന്ന് കാണിച്ചു കൊടുക്കുക. ആ ഒരു അവസരമെങ്കിലും അങ്ങനെ ഒരു അവസരമെങ്കിലും ആക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ലൈക്ക് എല്ലാം പഠിച്ച് തീർക്കാൻ സത്യത്തിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ അറിയാമല്ലോ. ലൈക്ക് വീട്ടുകാരെന്നോട് ക്രിസ്മസ് എക്സാമിന് മോഡൽ എക്സാമിന് മാർക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നീ +1 എങ്ങനെ പോയാൽ തോറ്റു പോകുമെന്നോട് വീട്ടുകാരെന്നോട് പറഞ്ഞു. ലൈക്ക് 10ാം ക്ലാസ്സിൽ പോലും എന്നോട് സാറുമാർ പറഞ്ഞു ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് വരെ എന്നോട് പറഞ്ഞവരുണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെക്കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞവർ ഇനി നിങ്ങളിങ്ങനെ കമൻറ്റ് ഇട്ട് ചോദിച്ചാൽ ഇനി പഠിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിക്കുക. ഇതാണ് നിങ്ങളുടെ ബെസ്റ്റ് സമയം. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്കോ മോഡൽ എക്സാമിൻ്റെ മാർക്കോ ഒന്നും നിങ്ങൾ പറയുന്നത് ഞാൻ സത്യം ഒന്നും അങ്ങനെ പരിപാടിയൊന്നും ഞാൻ പഠിച്ച് തീർത്തിട്ടുമില്ല. എനിക്ക് ഇനി 2-3 ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ട്. ഫിസിക്സിന് ഒരു ദിവസം ഗ്യാപ്പും ഉള്ളൂ. ലൈക്ക് ഞാൻ എന്നിട്ടും എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ബിലീഫിൽ ഞാൻ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റും, നിങ്ങളെക്കൊണ്ടും പറ്റും. ലൈക്ക് എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നിന്നെക്കൊണ്ട് പറ്റും. ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ലൈക്ക് നിങ്ങളൊരു ഈഗോ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരാം. ലൈക്ക് അതൊരു അതിന് മോശമാണ്. നിങ്ങളെല്ലാവരും ഇനി നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ പൊട്ടും, 100% പൊട്ടും. ലൈക്ക് ഇനി നിങ്ങളിങ്ങനെ കമൻറ്റ് ഇട്ട് ചോദിക്കുക, ലൈക്ക് ഞാൻ ഇനി പഠിച്ചില്ല, ഇനി പഠിച്ചാൽ തുടങ്ങുമ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങി കിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ
ലൈക്ക് ഞാൻ എത്ര ജെന്യൂനായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഞാൻ കള്ളം പറയുന്നതല്ല ഗൈസ്. ഇനി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ ഒരു ബേസിക്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുമാത്രമുള്ള ആഗ്രഹം ഇനി മുതൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുക. എല്ലാം സാക്രിഫൈസ് ചെയ്യുക, ഉറക്കവും എല്ലാം. ഇത് നിങ്ങൾ ഒറ്റൊരു ഡ്രീം വെച്ചു നിങ്ങളെ കളിയാക്കാതെ മുന്നിൽ നിങ്ങൾക്ക് പോയേ പറ്റത്തുള്ളൂ. നിങ്ങൾ കളിയാക്കാതെ മുന്നിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. ആ ഒരു മെൻറ്റാലിറ്റിയോടെ പോവുക. ലൈക്ക് ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും നീ പോയി ജയിക്കത്തില്ലെന്ന് വരെ പറഞ്ഞാലും മുന്നിൽ നീ പോയി ജയിച്ച് കാണിക്കണം, അല്ലെങ്കിൽ ഡബിൾ പാസ് മേടിച്ച് കാണിക്കണം. അപ്പോൾ അവർക്കൊരു +1 +2 ഡേയ്സ് വരുമ്പോൾ നിൻ്റെ മാർക്ക് വെച്ച് നിങ്ങളെ വിലയിരുത്തുന്നതിൽ കുറേ പേര് ടീച്ചേഴ്സുണ്ട്. അവരൊക്കെ നിങ്ങളെ വന്ന് നിങ്ങളെ ഒരു പരിപാടിക്കും കൊണ്ടുപോകാതെ നിങ്ങൾ ടൂറിന് പോലും ക്യാൻസൽ ചെയ്ത് നിങ്ങളെ സ്പെഷ്യൽ ക്ലാസ് വരുത്തി അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. +2 നിങ്ങൾ വിചാരിക്കാൻ കണ്ട +1 ആണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ഇനി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫിസിക്സ് മാത്സ് അത്ര എക്സാമിൻ്റെ പാറ്റേൺ ചേഞ്ച് ആയി നമ്മൾ പേടിക്കാൻ. നിങ്ങൾക്ക് ലൈവ് ഉണ്ട്, കുറേ ക്ലാസ്സസ് ഉണ്ട്. ലൈക്ക് നിങ്ങൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ലാസ്റ്റ് ടൈമിൽ പഠിച്ച പിള്ളേരെക്കാട്ടും നിങ്ങൾക്ക് എന്തോരം അഡ്വാൻറ്റേജസ് ആണ്. നിങ്ങൾക്ക് പൊസിറ്റീവ് എല്ലാം ലൈവും എല്ലാം ഉണ്ട്. പോയി പഠിച്ച് ഇത്ര എനിക്ക് പറയാനുള്ളൂ.